അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇസ്ലാം സൊല്യൂഷൻ. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൂച്ചയെക്കുറിച്ചാണ്. ചില വീടുകളിൽ നാം പൂച്ചയെ വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്കും എവിടുന്നൊക്കെയോ പൂച്ചകൾ വരാറുണ്ട്. ഇന്നത്തെ കാലത്ത് കുറേ പൈസ കൊടുത്ത് പൂച്ചയെ വാങ്ങി വളർത്തുന്നവരുണ്ട്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കമീസ് ഒരു സ്ഥലത്ത് അയച്ചു വെച്ചപ്പോൾ അതിൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങിയ പൂച്ചയെ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ ഉണർത്താതെ ബാക്കിയുള്ള ഭാഗം വെട്ടിയെടുത്ത് ധരിച്ച് നിസ്കരിച്ചിട്ടുണ്ട്. മൃഗങ്ങളോട് പോലും അത്രയും കരുണ കാണിക്കാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. വളരെ താഴ്മയുള്ള ജീവിയാണ് പൂച്ച. നമ്മുടെ കാലിൻ്റെ അടുത്ത് വന്നിരുന്ന് നമ്മളെ കാലിനെ ഉരസിക്കൊണ്ട് വളരെ താഴ്മയോടെ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ജീവിയാണ് പൂച്ച. ആ സമയത്ത് ആട്ടി ഓടിക്കുന്നവരും ഒരു ഭക്ഷണം പോലും കൊടുക്കാതെ വേസ്റ്റ് പോലും കൊടുക്കാത്തവരുണ്ട്. നമ്മൾ ഇത്തിരി ഭക്ഷണം പൂച്ചക്ക് കൊടുത്താൽ സദഖയുടെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ വീടുകളിൽ എത്തുന്ന ജീവികളോട് നമ്മൾ കാരുണ്യം കാണിക്കണം. ജീവികളിൽ ചില ബർക്കത്തുകളും പ്രതിഫലങ്ങളും നമുക്ക് അല്ലാഹു നൽകുന്നുണ്ട്. ഒരു ജീവിയെ വളർത്തി അതിന് ഭക്ഷണം കൊടുത്താൽ നല്ലതാണ്. ജീവികളെ വളർത്തുന്നതും കോഴികളെയും ആടുകളെയും മറ്റ് ജീവികളെയും വളർത്തി ഭക്ഷണം കൊടുത്താലും ബർക്കത്താണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ജീവികൾക്ക് ഭക്ഷണം കൊടുത്താൽ സദഖയുടെ പ്രതിഫലം കിട്ടുകയും അത് കാരണമായി നമുക്ക് ആ കാരുണ്യം കാണിച്ചതിന് ബർക്കത്ത് കിട്ടുകയും ചെയ്യും. ഒരു പൂച്ചയെ നമ്മൾ വളർത്തുമ്പോൾ അതിൻ്റെ രോമം കൊഴിഞ്ഞ് വീണ് നമ്മുടെ ശരീരത്തിലോ കുപ്പായത്തിലോ നിസ്കാരപ്പായിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടെങ്കിൽ ആ നിസ്കാരം സഹിയാവുകയില്ല, അത് നജസാണ്.